നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മുട്ടപ്പഴം കൊണ്ട് ഒരു തോരനാണ്. മുട്ടപ്പഴത്തിൻ്റെ ഗുണങ്ങൾ കേട്ടാൽ നിങ്ങൾ നെട്ടും. വിളർച്ച, സൗന്ദര്യം, കാൽസ്യം, അസിഡിറ്റി, കണ്ണിൻ്റെ ആരോഗ്യത്തിനും രക്തത്തിലെ കൊഴുപ്പ് നീക്കം ചെയ്യാനും മുട്ടപ്പഴം വളരെയേറെ പങ്ക് വഹിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നമുക്ക് മുട്ടപ്പഴം ഒന്ന് കഴുകി തൊലി കളഞ്ഞ് എടുക്കാം. ഇതുപോലെ കാണാൻ നല്ല രസമുണ്ടല്ലേ? മുട്ടപ്പഴം അരിയുന്ന മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം. പച്ചക്ക, വാഴക്കൂമ്പ് തുടങ്ങിയ പച്ചക്കറികൾ അരിയുമ്പോൾ കറയുള്ളതുപോലെ ഇതിലും ചെറിയ കറയുണ്ട്. മിക്ക ആളുകളും ജ്യൂസ് അടിച്ചാണ് മുട്ടപ്പഴം കുടിക്കാറുള്ളത്. ഇതാണ് മുട്ടപ്പഴത്തിൻ്റെ കുരു. ഇതിൻ്റെ കറ കളയുന്നതിനായി ചെറു ചൂടുവെള്ളം ഒഴിച്ച് നന്നായി കഴുകിയെടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ധാരാളം ആൻറ്റി ഓക്സിജൻ അടങ്ങിയിട്ടുള്ളതിനാൽ പ്രായത്തെ ചെറുത്ത് യുവത്വം നിലനിർത്താൻ മുട്ടപ്പഴം സഹായിക്കുന്നു. വിളർച്ച, ക്യാൻസർ, അസിഡിറ്റി എന്ന രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. തോരൻ ഉണ്ടാക്കാൻ ആവശ്യമായ ഐറ്റംസ് ഇവയൊക്കെയാണ്. ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. തേങ്ങാപ്പീര, സബോള അരിഞ്ഞത്, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, വറ്റമുളക്. എന്നാൽ തോരൻ ഉണ്ടാക്കി തുടങ്ങിയാലോ? ഇഞ്ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് തുടങ്ങാം. എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ടതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം വറ്റമുളക് നമുക്ക് കീറിയിടാം. അതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അല്പം മഞ്ഞൾ പൊടി ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനിയിപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മഞ്ഞ നിറത്തിലുള്ള മുട്ടപ്പഴത്തിൽ ധാരാളം ബീറ്റ ക്യാരറ്റ് അടങ്ങിയിട്ടുള്ളതിനാൽ കണ്ണിൻ്റെ ആരോഗ്യത്തിലും തലമുടിയുടെ വളർച്ചയ്ക്കും മുട്ടപ്പഴം നല്ലതാണ്. അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടപ്പഴം ഇനി ചേർക്കാം. ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇതിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ഇരുമ്പിൻ്റെ അംശം ഓക്സിജൻ്റെ അളവും ഓർമ്മശക്തിയും ശരീരത്തിലെ ഊഷ്മാവും വളരെയേറെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. മീഡിയം തീയിൽ വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഏകദേശം വേവായെന്ന് തോന്നുന്നു. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് 2 മിനിറ്റ് നേരം മൂടി വെച്ചതിന് ശേഷം ചെറു തീയിൽ വേവിക്കാം. കറിവേപ്പിലയുടെ മണം നമ്മുടെ തോരനെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടപ്പഴ തോരൻ റെഡിയായി കഴിഞ്ഞു. കൊളസ്ട്രോൾ കുറയ്ക്കാനും അമിതമായി അടങ്ങിയിരിക്കുന്ന കൊഴുപ്പിനെ കുറയ്ക്കാനും മുട്ടപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ സഹായിക്കുന്നു. ഇതിന് ചെറിയ ചവർപ്പ് കലർന്ന മധുരമാണ് ഉള്ളത്. ജീവകം എയും സിയും അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ രക്തത്തിലെ കൊഴുപ്പിനെ നശിപ്പിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, മുട്ടപ്പഴം കാണുന്നത് പോലെ തന്നെ നല്ല ഭംഗിയുണ്ട് ഈ തോരനും. ഇത് ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. വാ, അടിപൊളി! കലക്കി മോനെ, കലക്കി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും.